ഹേ ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് 34 സൈസിലുള്ള ബ്ലൗസിൻ്റെ സ്ലീവ് എങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാണ് കേട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് അതിൻ്റെ വേണ്ടപ്പെട്ട സാധനങ്ങൾ കത്രിക, ടേപ്പൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വെട്ടുന്നത്. അതായത് ഞാൻ ഒരു സ്ലീവ് വെട്ടി കാണിക്കുന്നുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ആ ഒരു സൈസിലെ സ്ലീവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 2 സ്ലീവും കൂടെ ഒന്നിച്ച് വെട്ടാനാണെന്നുണ്ടെങ്കിൽ 4ആയിട്ട് മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിടണം. ഞാനിവിടെ 2ആയിട്ടാണ് മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിടുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്ലീവിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ലെങ്ത് എനിക്ക് 10 ഇഞ്ച് സ്ലീവാണ് വേണ്ടത്. അപ്പോൾ 11 എടുത്താൽ മതി. ഞാൻ 12 വെച്ച് ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ആ 12ൻ്റെ അളവ് വെച്ചിട്ട് ഞാനൊന്ന് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ 12 മാത്രം ഞാൻ ഇങ്ങോട്ട് വെട്ടിയെടുക്കുകയാണ്. ബാലൻസ് മെറ്റീരിയൽ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ആ മെറ്റീരിയൽ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്ലീവിന് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് വെട്ടിയെടുക്കുകയാണ്. 11 എടുത്താൽ കറക്റ്റ് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ 12 ഒരു ഇഞ്ചും കൂടെ കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. 10 കറക്റ്റ് സ്ലീവിൻ്റെ സൈസ് നമുക്ക് കിട്ടുന്നത്. സീം അലവൻസ് 1 ഇഞ്ച് ആഡ് ചെയ്യണം. കാരണം മേളിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ആം ഹോളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഇഞ്ച് എക്സ്ട്രാ വേണ്ടി വരും. അപ്പോൾ അത് പോയിട്ട് നമുക്ക് കറക്റ്റ് 10 കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ എന്ത് ഡ്രസ്സ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളെടുക്കുന്ന മെഷർമെൻറ്റ് ബോഡിയിൽ നിന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എടുത്ത ഇറക്കം അല്ലെങ്കിൽ എടുത്ത ലെങ്ത് എത്രയാണോ അത് കറക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സീം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ഉദ്ദേശിച്ചത് കിട്ടത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ഇഞ്ച് 12 എക്സ്ട്രാ എടുത്തെന്ന് പറഞ്ഞില്ലേ, അത് അവിടെ ഞാൻ മാർക്ക് ചെയ്ത് കേട്ടോ. 1 ഇഞ്ച് ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പോൾ 11 ഇത്രയുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമ്മളിനി വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതിന് മാർക്കിങ് കൊടുക്കാം. ആ ഒരു 11 എടുത്ത പോയിൻ്റ് ഉണ്ടല്ലോ ലെങ്ത്, അതിൽ നിന്ന് ഞാനിങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിൽ നിന്ന് താഴത്തേക്ക് ഒരു 3.5 ഇതേപോലെ വരച്ചിട്ടുണ്ട്. കണ്ടോ? ഒരു 3.5 ഇതേപോലെ ജസ്റ്റ് പോയിൻ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ ഒരു 3.5യുടെ പോയിൻ്റ് ഉണ്ടല്ലോ അത് ഇങ്ങോട്ടേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. താഴത്തേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ. ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. ഈ ചോക്ക് അത്ര നല്ല ചോക്കല്ല, പൊടിഞ്ഞ് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. 3.5 എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ക്യാപ് ഹൈറ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ 34 സൈസിൻ്റെ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈസി ആയിട്ട് ഒന്ന് വരച്ച് കാണിക്കാമെന്ന് ചോദിച്ചു കുറേ ദിവസമായി ഒരു കുട്ടി മെസ്സേജ് അയക്കുന്നു. അതുകൊണ്ടിട്ട് ഞാനിന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതേപോലെ ഒരു 7.5 നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. കണ്ടോ? ഇവിടെ നമ്മൾ എങ്ങനെ ഈ 7 എടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് അളവ് /4 - 1.5 or 1 ഇഞ്ച് അതാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇക്വേഷൻ്റെയൊക്കെ. പിന്നെ അതിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് സീമും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള അളവിൻ്റെ നേരെ ഹാഫ് എടുത്തിട്ട് നമുക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാഫ് എടുക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ടേപ്പ് 2ആയിട്ട് മടക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഹാഫ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ആ അളവ് എത്രയാണോ അതിനെ 2 കൂടി ഹരിച്ചാൽ മതി. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ? 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള 1/2 ഇഞ്ചിൽ മുട്ടിച്ചിട്ട് ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു സ്ലാൻഡിങ് ലൈനിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് തൊട്ട് എൻഡ് പോയിൻ്റ് വരെ 1/2 ഇഞ്ചിൽ മുട്ടിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യാം. ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഫ്രീ ഹാൻഡായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ബാക്ക് പോർഷൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലീവിൻ്റെ പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. സിമ്പിളായിട്ട് നമ്മൾ വരച്ചിട്ടില്ലേ. ഇനി നമുക്കിത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ സീമിന് കൊടുത്തിട്ടില്ല, അതൊന്നും ഇങ്ങനെ ചരിച്ച് വരച്ച് കൊടുക്കുക. അപ്പോൾ അത് കുറച്ചും കൂടെ ഷേപ്പ് കിട്ടും. കണ്ടോ? അപ്പോൾ നമ്മൾ 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഇനി ഇത് ഒന്നിച്ചാണ് നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. സീം വിട്ടിട്ട് വെട്ടിയെടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ കൈവണ്ണം മാർക്ക് ചെയ്യണം. 4.5 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4.5 കൈവണ്ണം. നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ കൈവണ്ണം ആ ഒരു റൗണ്ട് കിട്ടുന്നത് അതിൻ്റെ പകുതി എടുക്കുക, മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ ആ സ്ലീവിൻ്റെ മുകളിലായിട്ട് സീം അലവൻസ് എത്രയാണോ എടുത്തത്, ഞാൻ 2 എടുത്തത്, അതുപോലെ 2 ഇവിടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബോഡി അളവിൽ എത്രയാണോ സീം അലവൻസ് കൊടുക്കുന്നത് സെയിം സീം അലവൻസ് തന്നെ നിങ്ങൾ കൈക്കും കൊടുക്കേണ്ടതാണ് കേട്ടോ.
അപ്പോൾ ഇതേപോലെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏത് സ്ലീവിൻ്റെ പോർഷനാണ്? ബാക്ക് പോർഷനിൽ സ്ലീവിൻ്റെ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള പോർഷനാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് കുഴിച്ച് വരയ്ക്കണം, എന്നാലാണ് നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടുക. എപ്പോൾ സ്ലീവ് വരച്ചാലും ഫ്രണ്ട് പോർഷൻ കുറച്ച് കുഴിച്ച് വരയ്ക്കണം. അപ്പോൾ നമുക്ക് അത് നോക്കാം. ആദ്യം നോക്കിയതൊന്ന് വെട്ടിയെടുക്കാവേ. അപ്പോൾ സീം അലവൻസും കൂടെയാണ് ചേർത്ത് വെട്ടുന്നത്. അതാണ് എക്സ്ട്രാ ഒരു കോളം ഇവിടെ വന്നിട്ടുള്ളത്, കണ്ടോ? അത് 2 ഇഞ്ച് സീം അലവൻസിൻ്റെ കോളമാണേ. അപ്പോൾ നമുക്ക് അതിന് മുന്നേയായിട്ട് ഈ സെൻറ്റർ കണ്ടോ, സെൻറ്റർ ചെറിയൊരു കട്ട് കൊടുക്കുക. ഒരുപാട് കയറ്റിയൊന്നും കൊടുക്കരുത്, ചെറിയൊരു കട്ട്. നമുക്ക് സെൻറ്റർ പോർഷൻ ആണെന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത ഭാഗത്ത് കറക്റ്റ് ഈ സെൻറ്റർ പോർഷൻ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയൊരു കട്ട് കൊടുക്കുന്നത്. ഒരുപാട് കയറ്റി കട്ട് ചെയ്യരുത്, കുഞ്ഞായിട്ട് ഒരു ചെറിയ കട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു വി ഷേപ്പിൽ അവിടെ ഒരു കട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്ലീവ് ഇങ്ങനെ വിരിച്ചിടണം, കണ്ടോ? വിരിച്ചിടണേ. വിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ കുഴിച്ച് വെട്ടാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കിംഗ് ഉള്ള പോർഷനിൽ തന്നെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഈ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു സെൻറ്റർ എടുത്തില്ല, അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ പറയുന്നത്. 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 2 ഇഞ്ച് എന്ത് ചെയ്യണം? നേരെ നമ്മുടെ ഈ ഒരു സെൻറ്ററിലൊരു 1/2 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് എടുത്തില്ലായിരുന്നു, ആ 1/2 ഇഞ്ചിൻ്റെ തുടക്ക ഭാഗം ഉണ്ടല്ലോ, ആ സ്ലാൻഡിങ് ലൈൻ ഉണ്ടല്ലോ, അതിലോട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാൻ വരച്ചത് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ ഇനി നമുക്ക് ആ വരച്ചതിന് പുറമേ കൂടെ വെട്ടി കൊടുക്കാവേ. നിങ്ങൾ ഫ്രണ്ട് പോർഷൻ മാത്രമേ വെട്ടാവുള്ളൂ, വിരിച്ചിട്ടിട്ട് വേണം വെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്, കണ്ടോ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. സെയിം മോഡലിൽ തന്നെ നിങ്ങൾക്ക് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രണ്ട് പോർഷൻ, ഇത് ബാക്ക് പോർഷൻ അറ്റാച്ച് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തായാലും ശ്രദ്ധിക്കണം, തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കരുത്. ഇത്ര കഷ്ടപ്പെട്ട് വെട്ടിയതൊക്കെ വെറുതെ ആയിപ്പോവും. 1/2 ഇഞ്ച് കുഴിച്ച ഭാഗം തന്നെ നമ്മൾ ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ വേണം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.